Good morning everybody. Today we are going to study about the data structure stack. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു എന്താണ് ഡാറ്റാ സ്ട്രക്ചർ. ഡാറ്റാ സ്ട്രക്ചറിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തത് സിമ്പിൾ ഡാറ്റാ സ്ട്രക്ചറും രണ്ടാമത്തത് കോമ്പൗണ്ട് ഡാറ്റാ സ്ട്രക്ചറും. അതിൽ കോമ്പൗണ്ട് ഡാറ്റാ സ്ട്രക്ചറിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയറിന് 3 ഡിവിഷൻസ് ഉണ്ട്. ഒന്നാമത്തതാണ് സ്റ്റാക്ക്, 2 ക്യൂ, 3 ലിങ്ക്ഡ് ലിസ്റ്റ്. ഇത് മൂന്നും ലീനിയർ ഡാറ്റാ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇതിൽ സ്റ്റാക്കാണ് ഇപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. എന്താണ് സ്റ്റാക്ക്, അതിലെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. സോ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കളക്ഷനെയാണ്. എ സ്റ്റാക്ക് ഓഫ് ബുക്സ്, എ സ്റ്റാക്ക് ഓഫ് CDs, സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ്സ്, അങ്ങനെയൊക്കെ. അപ്പം ഒരു കൂട്ടം, ഒരു കളക്ഷൻ, ബട്ട് ദാറ്റ് ഹാവ് സർട്ടൻ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ. അതിനകത്ത് ഒരു ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. ദാറ്റ് മെയിൻറ്റെയിൻസ് എ പ്രിൻസിപ്പിൾ. ഒരു പ്രിൻസിപ്പിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം വെറുതെ ഉള്ള ഒരു കൂട്ടം അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗർ നമുക്ക് നോക്കിയാൽ എന്താണ് സ്റ്റാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരുവിധം പിടികിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ വയ്ക്കുന്ന ഇഡ്ഡലി കുക്കറിൻ്റെ കുറച്ച് റാക്കാണ് ഇവിടെ കാണുന്നത്. പ്ലേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, തട്ടുകളാണുള്ളത്. ഇഡ്ഡലി തട്ടുകൾ നമ്മൾ പറയും പാത്രത്തിൽ. അപ്പോൾ അവിടെ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഏറ്റവും ആദ്യം പ്ലേസ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റിലെ തട്ടാണ്. അതിറക്കി വെച്ച ശേഷമാണ് അതിൻ്റെ മേളിൽ ഇത് വയ്ക്കുക, രണ്ടാമത്തെ വയ്ക്കുക. അതിൻ്റെ മേളിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്, അതിൻ്റെ മേളിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇനി ഒരു തട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിലാണ് എടുത്ത് വയ്ക്കുന്നത്. ഇങ്ങനെ ഒന്നിന് മേളിലായിട്ടാണ് നമ്മൾ ഈ തട്ടുകൾ പ്ലേസ് ചെയ്യുന്നത്. ശരിയല്ലേ? ഇതുപോലെ ഇതിനകത്ത് നിന്ന് നമ്മൾ ഇഡ്ഡലി വെന്ത് കഴിയുമ്പോൾ നമ്മളെടുത്ത് മാറ്റുന്നതും ഈ ഏറ്റവും അവസാനം വെച്ച പ്ലേറ്റ് തട്ടാണ് എടുത്ത് ആദ്യം റിമൂവ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത് റിമൂവ് ചെയ്യുന്നത്. ഇത് മൂന്നാമത്. ഏറ്റവും ആദ്യം നമ്മൾ വെച്ച തട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ് റിമൂവ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അവിടെ വരുന്ന ഒരു പ്രിൻസിപ്പിൾ, ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ. ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തത്, ഇത് ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തത് ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റിലാണ് നമ്മൾ ഈ തട്ട് വെച്ചത്, ഇതാണ് ആദ്യം വെച്ചത്, ഇത്. അപ്പോൾ ലാസ്റ്റിൽ ഇൻസേർട്ട് വെച്ച തട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തു മാറ്റുമ്പോൾ ആദ്യമാണ് എടുത്തു മാറ്റുന്നത്. ഫസ്റ്റ്ലി കം ഔട്ട്, അത് ഫസ്റ്റായിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അതുപോലെ തന്നെയാണ് CD-യും. ഏറ്റവും ആദ്യം ഈ CD ആണ് വയ്ക്കുന്നത്, അതിൻ്റെ മേളിൽ. അപ്പോൾ അവസാനം വെച്ച് CD ആണ് ആദ്യം നമ്മൾ പുറത്തേക്ക് മാറ്റുന്നത്. ബുക്കാണെങ്കിലും അങ്ങനെയാണ്, ഒന്നിന് മേലെ ഒന്നായിട്ട് നമ്മൾ ബുക്ക് അടുക്കി വെക്കുന്നു. ഏറ്റവും ആദ്യം വെച്ച് ബുക്ക് ഏറ്റവും അവസാനം എടുക്കാൻ പറ്റുന്നുള്ളൂ. ഏറ്റവും അവസാനം വെച്ച് ബുക്കാകട്ടെ നമുക്ക് ഏറ്റവും ആദ്യം റിമൂവ് ചെയ്യാം. ഇതാണ് ഈ അടുക്കലിൻ്റെ ഈ ഒരു സ്റ്റാക്കിൻ്റെ ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പ്രത്യേകത വരാൻ കാര്യം നമുക്കിവിടെ എന്ത് മനസ്സിലായി? ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തത് ലാസ്റ്റിൽ എടുത്ത് വെച്ച് നമ്മൾ ഫസ്റ്റിൽ ഔട്ട് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ എന്ന് പറയുന്നത്. താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് വരാൻ കാര്യം, നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ വരാൻ കാര്യം, നമ്മളിതുപോലെ വരുന്നത് കാര്യം, നമ്മൾ ഒരു എൻഡ് മാത്രം, അതായത് ഈ ഒരു എൻഡ് മാത്രമാണ് നമ്മൾ ടോസ് എന്നാണ് അതിന് പറയുന്നത്. ഒരു എൻഡ് മാത്രമാണ് നമ്മൾ എന്തിനുപയോഗിക്കുന്നത്? ഇൻസേർഷനും ഡിലീഷനും. ഒരെണ്ണത്തിൻ്റെ മേളിൽ ഇനി ഒരു ബുക്ക് എടുത്ത് വെച്ച് ഇതിൻ്റെ മേളിലാണ് വയ്ക്കുന്നത്. ഈ ഒറ്റ എൻഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. എടുത്ത് മാറ്റിയാൽ ഈ എൻഡ് കൂടി ഇവിടുന്ന് എടുത്ത് മാറ്റുന്നത്. മനസ്സിലായി? അപ്പം ഇൻസേർഷനും ഡിലീഷനും ഒരു എൻഡ് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്ന് സംഭവിച്ചത്. ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഫസ്റ്റിൽ നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റും, എടുത്ത് മാറ്റാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അത് ഒറ്റ എൻഡാണ് നമ്മൾ
ഇവിടെ ഇൻസേർഷനും ഡിലീഷനും ഉപയോഗിക്കുന്നത്. അതിൻ്റെ പറയുന്ന പേരാണ് ടോസ് എന്ന് പറയും. ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ്. മനസ്സിലായി? ഈ 3 എണ്ണത്തിൽ ഈ പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തത് ഈ ബുക്ക്, ഫസ്റ്റിൽ നമ്മൾ പുറത്തെടുക്കുന്നു. ഈ CD ആണ് നമ്മൾ അവസാനം ഇൻസേർട്ട് ചെയ്തത്, അതാണ് ഇവിടുന്ന് എടുത്ത് മാറ്റുന്നത്. ഈ പ്ലേറ്റ്സ് ആണ് നമ്മൾ ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തതാണ് ആദ്യം റിമൂവ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ് സ്റ്റാക്ക്. ആക്ച്വലി ഇറ്റ് ഈസ് എ സ്റ്റാക്ക്, ഇറ്റ് ഈസ് ആൻ അറേ. ഇതൊരു അറേ ആണ്. മനസ്സിലായോ? ഇതൊരു അറേ ആണ്, സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ്. പക്ഷേ അവിടെ ആ അറേയിൽ ലോജിക്കലി അതിൻ്റെ ഓപ്പറേഷൻ്റെ കൺസെപ്റ്റ് മാറി. ലോജിക്കൽ ഓപ്പറേഷൻ്റെ കൺസെപ്റ്റ് മാറി. അതായത് ഈ അറേ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നോർമൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച അറേ അല്ല, നമ്മൾ അതിനകത്ത് ഓപ്പറേഷൻ മാറി. അപ്പോഴാണ് ഇത് സ്റ്റാക്കായിട്ട് മാറിയത്. സ്റ്റാക്ക് ഈസ് എ ലോജിക്കൽ കൺസെപ്റ്റ്. അതൊരു ലോജിക്കൽ കൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ നോർമൽ അറേ. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദ കളക്ഷൻ ഈസ് ഫൗണ്ട് ബൈ ആഡിങ് ഈച്ച് ഐറ്റം വൺ ഓവർ ദ അതർ. ഒരെണ്ണത്തിൻ്റെ പുറത്തായിട്ട് അടുക്കി വയ്ക്കുന്നു. വി ക്യാൻ സേ ദാറ്റ് ദ ഐറ്റംസ് ആർ ആഡഡ് അറ്റ് ദ ടോപ്പ് പൊസിഷൻ. ഏറ്റവും മേളിലാണ് ഐറ്റംസ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കണ്ടതാണ്, കുറച്ചധികം നേരം ആ പടം കണ്ടതാണ്. മേളിലാണ് ആഡ് ചെയ്യുന്നത്. സിമിലർലി വി ക്യാൻ റിമൂവ് ഓൺലി ദാറ്റ് ഐറ്റം വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ലാസ്റ്റ്. ഏറ്റവും മേളിൽ ഏറ്റവും അവസാനം എടുത്തു വെച്ച ഐറ്റം ആണല്ലോ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആ സംഭവത്തിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്, അല്ല അതൊന്നുമില്ല. ദിസ് ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഞാൻ പറഞ്ഞതാണ്, ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റിൽ ഔട്ട് ചെയ്യുന്നു. കം ഔട്ട് ഫ്രം ദ കളക്ഷൻ. ഈ ബുക്കാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. ഈ പ്ലേറ്റാണ് ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് വരുന്നത്. അതിന് ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തതാണ്. അത് ഞാൻ എന്ത് പറയുന്നത്, ലിഫോ സ്ട്രാറ്റജി എന്ന് പറയും. സോ സ്റ്റാക്ക് ഫോളോസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ലിഫോ സ്ട്രാറ്റജി, ലിഫോ പ്രിൻസിപ്പിൾ. ഓക്കെ, അത് എക്സാമിനൊക്കെ 1 മാർക്കിന് ചോദിക്കുന്നതാണ്. It is an ordered list of items in which all insertions and deletions are made at one end. ഞാൻ പറഞ്ഞില്ലേ, ഒരു എൻഡിൽ കൂടെ മാത്രമാണ് ഓപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ അറേ സ്റ്റാക്കായിട്ട് മാറിയത്. ആക്ച്വലി ഇറ്റ് ഈസ് ആൻ അറേ, വൺ ഡയമെൻഷണൽ അറേ, യൂഷ്വലി കോൾഡ് ടോപ്പ്. ടോപ്പ് എന്ന എൻഡിൽ കൂടെയാണ് നമ്മൾ ആ ഇൻസേർഷനും റിമൂവലും നടക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയി കാണും. Since it follows the LIFO principle, the element added at last will be the first to be removed from the stack. അതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഏറ്റവും അവസാനം ആഡ് ചെയ്യുന്നത് ഏറ്റവും ആദ്യം റിമൂവ് ചെയ്യും. ഒരെൻഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അതാണ് അത് പറ്റിയത്. സ്റ്റാക്ക് ഈസ് എ ലോജിക്കൽ കൺസെപ്റ്റ്. മനസ്സിലായി? ഞാൻ പറഞ്ഞതാണ്, അത് ലോജിക്കൽ കൺസെപ്റ്റ് ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് ആൻ അറേ. എ സ്റ്റാക്ക് ക്യാൻ ബി ഫിസിക്കലി ഇംപ്ലിമെൻറ്റഡ് ബൈ ആൻ അറേ. അറേ തന്നെയാണ്. സൈസ് ഈസ് പ്രീ ഡിറ്റർമിൻഡ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് സ്റ്റാറ്റിക്. അറേ നമുക്കറിയാം, അറേയുടെ ഡിക്ലറേഷൻ എപ്പോഴും കമ്പൈലേഷൻ ടൈമിലാണ്, ഫിക്സഡ് ആണ്, സ്റ്റാറ്റിക് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറേ അപ്പോൾ അറേ തന്നെയാണല്ലോ ഇവിടെ ഉപയോഗിക്കുന്നത്. അറേയിലെ ഓപ്പറേഷൻസിൻ്റെ ആ പ്രിൻസിപ്പിൾ ഒന്ന് മാറി, ഓപ്പറേഷൻ ചെയ്യുന്ന രീതി മാറി എന്നുള്ളതേ ഉള്ളൂ. സോ ഫിസിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അറേ തന്നെ ഉപയോഗിച്ചിട്ടാണ്. സോ അതുകൊണ്ട് സ്റ്റാക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറാണ്, ഓർത്തിരിക്കുക. അതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിളാണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റൊക്കെ. സോറി, ലിങ്ക്ഡ് ലിസ്റ്റ് അല്ല, അത് ഡൈനാമിക്കാണ്. സ്റ്റാറ്റിക്കിന് എക്സാമ്പിളാണ് അറേയും, സ്റ്റാറ്റിക്കിന് എക്സാമ്പിളാണ് എന്താണ്, സ്റ്റാക്കും ക്യൂവും. ഓക്കെ, സ്റ്റാക്ക് ആൻഡ് ക്യൂ ഓൺലി. ലിങ്ക്ഡ് ലിസ്റ്റ് അല്ല, ലിങ്ക്ഡ് ലിസ്റ്റ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. ഞാൻ അറിയാതെ പറഞ്ഞു പോയാണ്, ലിങ്ക്ഡ് ലിസ്റ്റ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയല്ലോ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു എൻഡ് മാത്രമാണ് ഇൻസേർഷന് ഡിലീഷന് സ്റ്റാക്ക് ഉപയോഗിക്കുന്നത്. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോർമലി അറേ വെച്ചിട്ട് തന്നെയാണ്. ലിഫോ പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞു. ഇനി സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് നേച്ചറാണെന്ന് പറഞ്ഞു. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ താഴെ ഒരു ഫിഗർ കൊടുക്കുകയാണേ, ഇത് നോക്കി ആ സ്റ്റാക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇതിനകത്ത് 10 പൊസിഷനുള്ള ഒരു സ്റ്റാക്കാണ്. അപ്പോൾ നമുക്കറിയാം n ഒരു അറേയാണല്ലോ, അറേയാണ് ഇത്. ഇവിടെ സ്റ്റാക്ക് എന്ന് പറഞ്ഞ അറേയാണ്. അറേയുടെ പേര് സ്റ്റാക്ക് എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, മനസ്സിലായി? അതിനകത്ത്
എത്ര എലമെൻറ്റ്സ്, എത്ര പൊസിഷനാണുള്ളത്? 9 പൊസിഷൻസ് ആണുള്ളത്. അതായത് 0 to 9 10 പൊസിഷൻസ് ആണുള്ളത്. അപ്പോൾ 0 ലാസ്റ്റ് ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, 9 ലാസ്റ്റ് ഇൻഡെക്സ്. അപ്പോൾ 10 പൊസിഷനാണുള്ളത്. അറേയുടെ സൈസ് 10 ആണ്. സ്റ്റാക്ക് എന്നാണ് അറേയുടെ പേര്. അപ്പോൾ നമുക്കറിയാം C++ൽ 0യിലാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 0 1 2 3 എക്സെട്ര അപ് ടു 9 വന്നു. അപ്പോൾ സ്റ്റാക്ക് 0 എന്ന് പറഞ്ഞാൽ 25 ആണ്. സ്റ്റാക്ക് 1 എന്ന് പറഞ്ഞാൽ 42, സ്റ്റാക്ക് 2 18, സ്റ്റാക്ക് 3 37, സ്റ്റാക്ക് 4 98, സ്റ്റാക്ക് 5 56 എന്നാണ് പോകുന്നത്. ബാക്കി വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു. ഇപ്പോൾ സ്റ്റാക്ക് 5ൽ എന്തുണ്ട്? 56 എന്ന എലമെൻ്റ് ഉണ്ട്. 0യിൽ 25. അപ്പോൾ ഈ 5നെയാണ് TOS, ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന ഒരു വേരിയബിൾ വഴി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹിയർ ടോസ് ഈസ്, ദ വാല്യൂ ഓഫ് ടോസ് ഈസ് 5. കാണാമല്ലോ, പടത്തിൽ കാണാം, ക്ലിയർ ആണ്. ടോസ് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് എലമെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഇൻഡെക്സ് ആണ്. 5 ആണ്. ടോസിൻ്റെ വാല്യൂ 0 വരുമ്പോൾ അത് ലാസ്റ്റ് ഇവിടെ വരുന്നു. നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റ് 25 വരും. ഓക്കെ, ഇനി ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ടോസ് ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. ടോസിൻ്റെ വാല്യൂ എന്താകണം? 5 + 1 6 ആകണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഈ പൊസിഷൻ എത്തും. ഇത് മൂവ്മെൻ്റ് ആണ്, ഇത് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇൻസേർഷൻ ഇങ്ങോട്ടും മേലോട്ട് മൂവ് ചെയ്യും. ഡിലീറ്റ് ചെയ്താൽ ഒന്ന് താഴോട്ട് വരും. എനിവേ നമുക്ക് ഒരു എലമെൻറ്റ് കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത്രയും 4 പൊസിഷൻസ് ഉണ്ട്, എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക് നമ്മൾ പറഞ്ഞത് തന്നെ. അപ്പോൾ എ സ്റ്റാക്ക് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് അറേ ഉപയോഗിച്ചിട്ടാണ്, സിംഗിൾ ഡയമെൻഷണൽ അറേ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനിഷ്യലി ദ വാല്യൂ ഓഫ് ടോസ് വിൽ ബി സെറ്റ് ടു -1 ടു ഡിനോട്ട് ദ ഫാക്ട് ദാറ്റ് സ്റ്റാക്ക് ഈസ് എംപ്റ്റി. സ്റ്റാക്ക് എംപ്റ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ് ദ വാല്യൂ ഓഫ് ടോസ് ഈക്വൽ ടു -1. ഇവിടെ കാണിച്ചു തരാം, നോക്കിയാൽ മതി. ഇതൊരു സ്റ്റാക്കാണ്. സ്റ്റാക്കിനകത്ത് ഒരു എലമെൻസും ഇല്ല, ഒരു വാല്യൂ ഇല്ലെന്ന് മനസ്സിലായി. അപ്പം ഒരു എലമെൻറ്റ് പുട്ട് ചെയ്താൽ ഇവിടെ അല്ലേ വരുന്നത്, 0th പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ അത് എംപ്റ്റി സ്റ്റാക്കാണ്. അപ്പം എംപ്റ്റി സ്റ്റാക്ക് ടോസിൻ്റെ വാല്യൂ 0യിലും താഴെയാണ്. മനസ്സിലായി? 0യിൽ ടോസ് 0യിൽ എത്തിയാൽ അതിനകത്ത് ഒരു എലമെൻറ്റ് വരും. അപ്പോൾ ഒരു എലമെൻറ്റ് പോലും ഇല്ലെങ്കിലാണ് നമ്മൾ എംപ്റ്റി എന്ന് പറയുന്നത്. എംപ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടോസിൻ്റെ വാല്യൂ 0യ്ക്കും താഴെയാണ്. 0യ്ക്കും താഴെയുള്ള വാല്യൂ ഏതാണ്? -1 ആണ്. അപ്പോൾ നമ്മൾ എംപ്റ്റി സ്റ്റാക്ക് എന്ന് പറയുന്നതിന് നമ്മൾ കൊടുക്കുന്ന അസൈൻമെൻ്റ് ആണ് ടോസ് ഈക്വൽ ടു -1. ടോസിൻ്റെ വാല്യൂ -1 ആയാൽ അതെന്തായി മാറും? സ്റ്റാക്ക് എംപ്റ്റി ആണെന്ന് അർത്ഥം. ഓക്കെ, whenever an element is added or inserted into the stack, the value of toes will be incremented by 1 until it reaches the highest subscript of the array. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ നോക്കി ഞാൻ പറഞ്ഞുതരാം. എല്ലാം ഒന്ന് തന്നെയാണ് താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ദേ ഇവിടെ ഓരോ എലമെൻറ്റും ഇല്ല, സ്റ്റാക്ക് എംപ്റ്റി ആണ്. സോ ടോസ് ഈക്വൽ ടു -1. ഇങ്ങനെ ഒരു സപ്പോസ് ഐ വാണ്ട് ടു ഇൻസേർട്ട് ആൻ എലമെൻറ്റ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഈ പൊസിഷനിലാണ് ഏറ്റവും ആദ്യം ഇൻസേർഷൻ നടക്കുന്നത്. അപ്പം അതായത് ടോസിൻ്റെ വാല്യൂ 0യിലേക്ക് നീങ്ങുന്നു. അതായത് -1ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ -1 + 1 എന്താണ്? 0 ആണ്. അപ്പോൾ ടോസ് എന്തായി മാറും? 0 ആവും. അപ്പോൾ ഒരു എലമെൻറ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെടും. വീണ്ടും ഒന്നുകൂടി ഇൻസേർട്ട് ചെയ്യുമ്പോൾ 0യുടെ കൂടെ 1 ആഡ് ചെയ്യും. ടോസിൻ്റെ വാല്യൂ 1 ആവും. ഇവിടെ അടുത്ത എലമെൻറ്റ് വരും. അങ്ങനെ 1 വീതം ടോസിൻ്റെ വാല്യൂ ആഡ് ചെയ്ത് നമ്മൾ ഹയസ്റ്റ് പൊസിഷൻ ഏതാണോ ആ സ്റ്റാക്കിൻ്റെ, അതായത് ഇവിടെ ആണെങ്കിൽ 9 ആകുമ്പോൾ സ്റ്റാക്ക് അതിൻ്റെ ഹയസ്റ്റ് പൊസിഷനിലെത്തി. പിന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇഫ് ആൻ അറേ stack of n elements is used to implement a stack, the value of top can vary from 0 to n-1. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു അറേയിൽ
നമുക്ക് 0 to n-1 പൊസിഷനാണുള്ളത്. അത് തന്നെയാണ് സ്റ്റാക്കും. സ്റ്റാക്കിൽ ഇൻസെർട്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്ന രീതി ഒരെൻഡ് ഉപയോഗിച്ചിട്ടാണ് ടോസ് എന്ന് പറഞ്ഞു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ, അറേ തന്നെയാണ്. സോ n എലമെൻറ്റ്സ് സ്റ്റാക്കിലുണ്ടെങ്കിൽ അതിനകത്തുള്ള ഇൻഡെക്സും 0 to n-1 ആയിരിക്കും. മനസ്സിലായല്ലോ? ആൻഡ് ദ എലമെൻറ്റ്സ് ഇൻ ദ സ്റ്റാക്ക് ക്യാൻ ബി റെഫേർഡ് ബൈ ദ എക്സ്പ്രഷൻ സ്റ്റാക്ക് 0, സ്റ്റാക്ക് 1, സ്റ്റാക്ക് 2 എക്സെട്ര അപ് ടു സ്റ്റാക്ക് n-1. അതൊക്കെ ക്ലിയർ അല്ലേ? അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. 2 ഓപ്പറേഷനാണ് ഇതിനകത്തുള്ളത്, സ്റ്റാക്കിലുള്ളത്. ഒന്നാമത്തത് ഇൻസേർഷൻ, രണ്ടാമത്തത് ഡിലീഷൻ. ഇൻസേർഷനും ഡിലീഷൻ അതിനൊരു പ്രത്യേക പേരാണ് പറയുന്നത്. ഇൻസേർഷന് പറയുന്ന പേരാണ് പുഷ്. പുഷ് ആൻ എലമെൻറ്റ് ഇൻ ടു എ സ്റ്റാക്ക്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പോപ്പ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ are called push and pop respectively. The insertion and deletion operations on stack are known as push and pop operations respectively. Insertion എന്ന് പറയില്ല, അതിന് പകരം പുഷ് എന്നും, ഡിലീഷൻ എന്ന് പറയില്ല, അതിന് പകരം പോപ്പ് എന്നും പറയും. ഇനി നമുക്ക് എന്താണ് പുഷ്, എന്താണ് പോപ്പ്, അതിൻ്റെ അൽഗോരിതംസ് പഠിക്കാനുണ്ട്. പുഷ് ഓപ്പറേഷൻ. ആസ് മെൻഷൻഡ് above, push operation is the process of inserting a new data item into the stack. Okay, clear? അപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എം ടി സ്റ്റാക്ക് എന്താണെന്ന് ഓരോരോ എലമെൻ്റ് ആഡ് ചെയ്യുന്നതായിട്ടാണ് നോക്കുന്നത്. എം ടി സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോസ് അല്ലെങ്കിൽ ടോപ്പ് പൊസിഷൻ എന്താണ്? -1 ആണ്. ടോസ് ഈക്വൽ ടു -1. സോ ടോസ് ഈക്വൽ ടു 0 അല്ല, 0 ആണെങ്കിൽ ഒരു എലമെൻറ്റ് വരും. -1 ഒന്നുമില്ല, എം ടി സ്റ്റാക്ക്. ഒരു എലമെൻ്റ് ആഡ് ചെയ്യാണ് ഇവിടേക്ക്. 25 എന്ന എലമെൻറ്റ് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്തു ഇവിടുന്ന്, ന്യൂ ആയിട്ട്. അപ്പോൾ സോ ടോസിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്തു, എന്തായി മാറി? 0 ആയിട്ട് മാറി. ടോസ് 0 എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു എലമെൻ്റ് ഉണ്ട്. വീണ്ടും ഒരു എലമെൻ്റ് കൂടെ ആഡ് ചെയ്യുകയാണ് ഈ പൊസിഷനിലേക്ക്. അപ്പോൾ ടോസിൻ്റെ വാല്യൂ എന്തായി? വീണ്ടും 1 ഇൻക്രിമെൻറ്റ് ചെയ്തു, ടോസ് 1 ആയിട്ട് മാറി. ടോസ് 1 എന്ന് പറഞ്ഞാൽ 2 എലമെൻ്റ് ഉണ്ട്, 0th പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലും. ഓക്കെ, ഒരെണ്ണം കൂടി വരുമ്പോൾ എന്താവും? ആഫ്റ്റർ തേർഡ് എലമെൻറ്റ് ടോസ് ഒന്നുകൂടെ മൂവ് ചെയ്തു, 2 ആയി. എലമെൻറ്റ് ഇവിടെ ഇൻസെർട്ട് ചെയ്തു, 18. ഫോർത്ത് പൊസിഷനിൽ ടോസിൻ്റെ വാല്യൂ എന്തായി? 3 ആയി. 56 എന്ന എലമെൻറ്റ് ഫോർത്ത് പൊസിഷനിൽ ആഡ് ചെയ്തു. 0 വരുന്നതുകൊണ്ടാണ് 3 ആയിട്ട് നിൽക്കുന്നത്. ഫോർത്ത് പൊസിഷനാണ്. 0, 1, 2, 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇതാണ് ഫോർത്ത് എലമെൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. മനസ്സിലായല്ലോ? The stack cannot accommodate a new item when the value of toes equal is 9. ഇവിടെ നോക്കാം, ഇത് 9 ആയി കഴിഞ്ഞാൽ, ടോസ് 9 ആയി കഴിഞ്ഞാൽ ഇനി ഇൻക്രിമെൻറ്റ് ചെയ്ത് അടുത്ത ഇൻസെർട്ട് ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടത്? 10 ആണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ ഈ സ്റ്റാക്കിലില്ല, 9 പൊസിഷനേ ഉള്ളൂ. സോ ഈ ടോസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഫുൾ ആണെന്നാണ് എൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉള്ള പ്രൊവിഷൻ ഇല്ല. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയും. അതായത് സ്റ്റാക്ക് ഫുള്ളാണ്. വൺസ് സ്റ്റാക്ക് ഈസ് ഫുൾ ആൻഡ് ഇഫ് വി അറ്റംപ്റ്റ് ടു ഇൻസേർട്ട് ആൻ ഐറ്റം and it is an impossible situation, an impossible situation arises, this is known as stack overflow. ചിലപ്പോഴൊക്കെ അത് ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്നും ചിലപ്പോൾ പൂരിപ്പിക്കാനായിട്ടൊക്കെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്റ്റാക്ക് ഫുള്ളായി തീർന്നിട്ട്, ഫുള്ളാണ്, 10 എലമെൻറ്റ്സ് ആണുള്ളതെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് വേരീസ് ഫ്രം 0 to n-1. അപ്പോൾ സ്റ്റാക്ക് ഫുള്ളായി തീർന്നാൽ, ഫുള്ളായിരിക്കുകയും നമ്മൾ we are trying to insert an element into a full stack, ഒരു ഫുൾ സ്റ്റാക്കിലേക്ക് നമ്മൾ ഒരു എലമെൻറ്റ് ഇൻസെർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ ആ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നു. അതുപോലെ തിരിച്ചു ഒരു സിറ്റുവേഷനൂടെ വരാറുണ്ട്. അപ്പോൾ ഫുള്ളെന്ന് മനസ്സിലായല്ലോ, സ്റ്റാക്ക് ഫുള്ളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇൻസെർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഓവർഫ്ലോ വരും. ഓക്കെ, ഇനി അൽഗോരിതം ടു പെർഫോം പുഷ് ഓപ്പറേഷൻ ഇൻ എ സ്റ്റാക്ക്.
സ്റ്റാക്കിലേക്ക് എലമെൻ്റ് ആഡ് ചെയ്യുന്ന അൽഗുരിതമാണ്. നമുക്ക് അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചു വയ്ക്കണം, എഴുതി പഠിക്കണം. നോക്കാം. കൺസിഡർ ആൻ അറേ സ്റ്റാക്ക് n. n എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയുടെ സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ പേരാണ് സ്റ്റാക്ക്. ദാറ്റ് ഇംപ്ലിമെൻറ്റ്സ് എ സ്റ്റാക്ക്. ഒരു സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു 1 ഡയമെൻഷണൽ അറേ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹിയർ ദ നെയിം ഓഫ് ദി അറേ ഇറ്റ് സെൽഫ് ഈ സ്റ്റാക്ക് എന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. വേർ n ഈസ് ദ മാക്സിമം സൈസ് ഓഫ് ദി അറേ. മനസ്സിലായല്ലോ. എ വേരിയബിൾ ടോസ് ഡിനോട്ട്സ് ദ ടോപ്പ് പൊസിഷൻ ഓഫ് ദി സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ ടോപ്പ് പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്ന വേരിയബിളാണ് TOS. അതൊക്കെ നമ്മൾ പറഞ്ഞു, ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന്. അപ്പോൾ ഈ വേരിയബിൾ ഉപയോഗിച്ചാണ് ഇൻസേർഷൻ നമ്മൾ ചെയ്യുന്നത്. എ ഡേറ്റ ഐറ്റം അവൈലബിൾ ഇൻ ദ വേരിയബിൾ VAL ഈസ് ടു ബി ആഡഡ് ഓൺ ദ സ്റ്റാക്ക്. ഇപ്പോൾ VAL എന്ന് പറഞ്ഞൊരു വേരിയബിളുണ്ട്, ഒരു ഐറ്റം ഉണ്ട്. അതിനകത്തുള്ള വാല്യൂ ആണ് ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞ അറേയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? TOS എന്ന് പറഞ്ഞ പൊസിഷനിലാണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. സ്റ്റാക്ക് എന്നൊരു അറേ ഉണ്ട്, n പൊസിഷൻസ് ആണ് അതിലുള്ളത്. ആൻഡ് ഇൻഡെക്സ് വേരീസ് ഫ്രം 0 to n-1 ആണ്. പിന്നെ VAL എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് നമുക്ക് ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞ അറേയിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. യൂസിങ് ദ ഇൻഡെക്സ് TOS. ഒരു ഇൻഡെക്സ് ഉപയോഗിക്കുന്നുള്ളൂ. സോ ആ അറേ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ലോജിക്കൽ കൺസെപ്റ്റിലേക്ക് മാറുന്നു. മനസ്സിലായല്ലോ. അവിടെ നോക്കാം. അൽഗോരിതം സ്റ്റാർട്ട്. സ്റ്റെപ്പ് നമ്പർ 1. ഇഫ് ടോസ് ലെസ് ദാൻ n എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസേർഷൻ ഡിലീഷനൊക്കെ ചെയ്യുന്ന എൻഡ്. ലെസ് ദാൻ n. അപ്പോൾ n എലമെൻറ്റ്സ് ആണ് അതിനുള്ളിലുള്ളത്. അപ്പോൾ ഇൻഡെക്സ് 0 to n-1 ആണ്. അപ്പോൾ ടോസ് ലെസ് ദാൻ n എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സ്റ്റാക്ക് ഫുള്ളല്ല. ഫുള്ളാണെങ്കിൽ ടോസ് ഈക്വൽ ടു n-1 വരും. അപ്പോൾ ടോസ് ലെസ് ദാൻ n എന്ന് പറഞ്ഞാൽ ഇതാണ് സ്പേസ് അവൈലബിലിറ്റി ചെക്കിംഗ് ആണ്. അവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1. മനസ്സിലായോ? ടോസിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ VALലെ വാല്യൂ എടുത്ത് ആ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ടോസിൻ്റെ വാല്യൂ n ആവുമ്പോൾ എന്താണത്? ഓവർഫ്ലോ ആയിട്ട് മാറുന്നു. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ സ്റ്റാക്ക് ഫുള്ളാണോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഫുള്ളാണെങ്കിൽ എന്താണ്? അത് ഓവർഫ്ലോ ആണ്. അല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. അതിനാണ് ടോസ് ലെസ് ദാൻ n, then some more space, then ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1. എന്നിട്ട് ആ പൊസിഷനിൽ പോയി നമ്മൾ ഈ വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഐറ്റം എടുത്ത് സ്റ്റാക്കിലെ ആ അറേയിലെ പൊസിഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഓവർഫ്ലോ ആണ്. മനസ്സിലായല്ലോ. ഇതിൻ്റെ റിവേഴ്സ് ഓപ്പറേഷനാണ് പോപ്പ്. നമുക്കതെന്താണെന്ന് നോക്കാം. പോപ്പ് ഓപ്പറേഷൻ രണ്ടെണ്ണമാണല്ലോ, പുഷും പോപ്പും. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ പുഷ്, ഡിലീഷൻ എന്ന് പറഞ്ഞാൽ പോപ്പ്. ദ പ്രോസസ് ഓഫ് ഡിലീറ്റിംഗ് ആൻ എലമെൻറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് എ സ്റ്റാക്ക് ഈസ് കോൾഡ് പോപ്പ് ഓപ്പറേഷൻ. ഒരു എലമെൻറ്റ് ടോപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പ് എന്ന പേരിൽ പറയപ്പെടുന്നത് പോപ്പ് ഓപ്പറേഷൻ. പോപ്പ് എന്ന് പറയുന്നു. ആഫ്റ്റർ എവരി പോപ്പ് ഓപ്പറേഷൻ ദ വാല്യൂ ഓഫ് ടോസ് ഡിക്രിമെൻറ്റഡ് ബൈ 1. ഓക്കെ, ശരിയല്ലേ? ഓരോ എലമെൻറ്റും എടുത്ത് കളയുമ്പോൾ ടോസിൻ്റെ വാല്യൂ എന്താവും? 1 വീതം കുറയും. പുഷ് ചെയ്യുമ്പോൾ 1 വീതം കൂടും. പോപ്പ് ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ 1 വീതം കുറയും. ഓരോ എലമെൻ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇതാ നോക്കി, സ്റ്റാക്ക് നോക്കിയേ, ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ഒരെൻ്റെ ഉപയോഗിക്കുന്നുള്ളൂ. ടോസിൻ്റെ വാല്യൂ ഇപ്പോൾ 3ൽ നിൽക്കുകയാണ്. ആ 3 എടുത്ത് മാറ്റുകയാണ് നമ്മൾ. 56 എടുത്ത് മാറ്റുന്നു. അപ്പോൾ ടോസിൻ്റെ വാല്യൂ ഒന്ന് കുറയും. 3 എന്നുള്ളത് എന്താവും? 2 ആയിട്ട് മാറും. അത് 38 എന്ന എലമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ എലമെൻ്റ് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ടോസ് ഈക്വൽ ടു ടോസ് -1.
കണ്ടോ, ടോസിൻ്റെ വാല്യൂ 2 ആയിട്ട് മാറി. 3 ആയിരുന്നു നേരത്തെ, മേളിൽ 3 ആയിരുന്നു, ഇവിടെ 3 ആയിരുന്നു, കണ്ടല്ലോ 56. അതിനെ റിമൂവ് ചെയ്തു, അപ്പോൾ നമ്മൾ എന്തായി 2 ആയിട്ട് മാറി. ഇനി ആ ഐറ്റം എടുത്ത് മാറ്റിയാൽ എന്താകും? അതിൻ്റെ ഇൻഡെക്സ് 1 ആവും, ശരിയല്ലേ? അപ്പോൾ 18 എടുത്ത് മാറ്റി, 1 ആയി. അപ്പോൾ എന്താണ് ഇനി അടുത്ത 2 എലമെൻ്റ് എടുത്ത് മാറ്റി, അപ്പോൾ 34 25 ആയിട്ട് മാറി. ഇനി ഒരു എലമെൻ്റ് കൂടെ മാറ്റിയാൽ ഈ എലമെൻ്റ് കൂടെ എടുത്ത് മാറ്റിയാൽ 0 ആവും. ടോസിൻ്റെ വാല്യൂ 0 ആകും. അപ്പോൾ 25 മാത്രമാകും. ഓരോരോന്നായിട്ട്, അതായത് ടോസിൻ്റെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആഫ്റ്റർ ദ ഡിലീഷൻ ഓഫ് ദ ലാസ്റ്റ് എലമെൻറ്റ്, അവിടുന്ന് ആ എലമെൻറ്റും എടുത്ത് മാറ്റിയാൽ 0 മാറ്റുന്നു. 34 പോയി, പിന്നെ 0 ആയി ടോസ്, 25 ഉണ്ട്. ആ 25 എടുത്ത് മാറ്റിയാൽ ആഫ്റ്റർ ദ ഡിലീഷൻ ഓഫ് ലാസ്റ്റ് എലമെൻറ്റ് ദ വാല്യൂ ഓഫ് ടോസ് ബിക്കംസ് -1. 0യിൽ നിന്ന് 1 കുറയും, അപ്പോൾ -1 ആയിട്ട് മാറും. നൗ ദ സ്റ്റാക്ക് ഈസ് എം ടി. സ്റ്റാക്ക് എന്തായി? എം ടി. അപ്പോൾ സ്റ്റാക്ക് എം ടി ആണെന്നുള്ള കണ്ടീഷൻ പഠിച്ചു വയ്ക്കുക. ടോസ് ഈക്വൽ ടു -1. ആൻഡ് ഇഫ് യു ആർ ട്രൈങ് ടു ഡിലീറ്റ് ആൻ ഐറ്റം ഫ്രം ദ സ്റ്റാക്ക്, അപ്പം അങ്ങനെ ടോസിൻ്റെ വാല്യൂ -1 ആയിരിക്കുകയും നമ്മളൊരു വാല്യൂ അതായത് എം ടി സ്റ്റാക്ക് ആയിരിക്കും. എം ടി സ്റ്റാക്കിൽ നിന്ന് ഒരു വാല്യൂ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എം ടി ആയിട്ടുള്ള സ്റ്റാക്കിൽ. ദാറ്റ് മീൻസ് എന്താണ്? വി ഫേസ് ആൻഡ് സിറ്റുവേഷൻ കോൾഡ് അണ്ടർഫ്ലോ, അല്ലെങ്കിൽ ദർ ഈസ് ആൻ അൺഫേവറബിൾ സിറ്റുവേഷൻ അറൈസസ്, ഇറ്റ് ഈസ് കോൾഡ് അണ്ടർഫ്ലോ. അപ്പോൾ അതായത് ടോസ് ഈക്വൽ ടു -1, പിന്നെ ഒന്നും ഡിലീറ്റ് ചെയ്യാനില്ല. അപ്പോൾ എം ടി സ്റ്റാക്കിൽ നമുക്ക് എന്താ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നും ഡിലീറ്റ് ചെയ്യാനില്ല. അതിന് പറയുന്ന കേസാണ് അണ്ടർഫ്ലോ. നേരത്തെ ഫുൾ സ്റ്റാക്കിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ ഒരുങ്ങുന്ന കേസിനെയാണ് പറയുന്നത് ഓവർഫ്ലോ. ഇവിടെ എം ടി സ്റ്റാക്കിൽ നിന്ന് ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ കൊടുത്താൽ നമുക്ക് ഏത് സിറ്റുവേഷൻ വരും? അണ്ടർഫ്ലോ. ഓവർഫ്ലോയും അണ്ടർഫ്ലോയും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. ഫുൾ സ്റ്റാക്കിലേക്ക് നമ്മൾ ഡേറ്റ ഇൻസേർഷന് ശ്രമിച്ചാൽ, പുഷ് ഓപ്പറേഷന് ട്രൈ ചെയ്താൽ അത് ഓവർഫ്ലോയും, എം ടി സ്റ്റാക്കിൽ നിന്ന് നമ്മൾ ഒരു ഡേറ്റ റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്താൽ അതിന് പറയുന്ന പേരാണ് അണ്ടർഫ്ലോയും. മനസ്സിലായല്ലോ. അടുത്ത അൽഗോരിതം ടു പെർഫോം പോപ്പ് ഓപ്പറേഷൻ. ഇവിടെ കൺസിഡർ ആൻ അറേ സ്റ്റാക്ക് ചെയ്യാൻ, നേരത്തെ പോലെ തന്നെ n എലമെൻറ്റ്സ് ഉള്ള ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ് സ്റ്റാക്ക്. ദാറ്റ് ഇംപ്ലിമെൻറ്റ്സ് എ സ്റ്റാക്ക് ദാറ്റ് ക്യാൻ സ്റ്റോർ മാക്സിമം n എലമെൻറ്റ്സ്. എ വേരിയബിൾ ടോസ് കീപ് ട്രാക്ക് ഓഫ് ദ പൊസിഷൻ ഓഫ് ദി സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ പൊസിഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ടോസ് എന്ന വേരിയബിളാണ് ഉപയോഗിക്കുന്നത്. ദ ഡേറ്റ ഐറ്റം റിട്രീവ്ഡ് ഫ്രം ദ സ്റ്റാക്ക് മേ ബി കെപ്റ്റ് ഇൻ എ വേരിയബിൾ സേവ് വാൽ. VAL എന്ന ഒരു വേരിയബിളിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഐറ്റം എടുത്ത് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് അൽഗോരിതം നോക്കാം. ഇഫ് ടോസ് ഗ്രേറ്റർ ദാൻ -1, ടോസിൻ്റെ വാല്യൂ -1 ആയാൽ അതെന്താണ് മീൻ ചെയ്യുന്നത്? അത് എം ടി ആണെന്നാണ്. എം ടി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ടോസ് ഗ്രേറ്റർ ദാൻ -1 കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് എ സ്റ്റാക്ക് ദാറ്റ് ഹാവ് ഇനഫ് സ്പേസ്, ഇനഫ് വാല്യൂ ടു റിമൂവ്. അപ്പം വാല്യൂ ഉണ്ട് റിമൂവ് ചെയ്യാനെന്നാണ് അതിൻ്റെ മീനിങ്. അണ്ടർഫ്ലോ ചെക്ക് ചെയ്യാണ്. ഇഫ് ടോസ് ഗ്രേറ്റർ ദാൻ -1 then val equal to stack toes. അതായത് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ വാല്യൂ ഉണ്ട്. ഈ എലമെൻറ്റ് ടോസിൻ്റെ വാല്യൂ ഇപ്പോൾ 2 അപ്പം -1 കൂടുതലാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അവിടെ എലമെൻ്റ് ഉണ്ട്. ആ എലമെൻറ്റിനെ എടുത്ത് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് വരും? അതിനെടുത്ത് VAL എന്ന പൊസിഷനിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇൻഡെക്സ് എന്ത് ചെയ്യും? ഒന്ന് ഡിക്രീസ് ചെയ്യും, ഡിക്രിമെൻറ്റ് ചെയ്യും, ഒന്ന് കുറയ്ക്കും. അതാണ് സംഭവം. ഇവിടെ ഏത് തന്നെ ഇതൊന്ന് കുറയ്ക്കും, ഇൻഡെക്സ് ഒന്ന് കുറയ്ക്കും, ഇതെടുത്ത് VAL സ്റ്റോർ ചെയ്യും. ഞാനിവിടെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ.
ഇഫ് ടോസ് ഗ്രേറ്റർ ദാൻ -1 എന്ന് പറഞ്ഞാൽ അവിടെ വാല്യൂ ഉണ്ട്, സം മോർ വാല്യൂസ് ആർ ദേർ. അപ്പോൾ സോ VAL ഈക്വൽ ടു സ്റ്റാക്ക് ടോസ്, ടോസിലെ സ്റ്റാക്കിൻ്റെ ആ നിലവിലുള്ള പൊസിഷനിലെ വാല്യൂ എടുത്ത് VAL സ്റ്റോർ ചെയ്യും. എന്നിട്ട് ടോസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഒന്ന് കുറയ്ക്കും. നേരത്തെ പുഷിലാണെങ്കിൽ ഒന്ന് കൂട്ടും, പോപ്പിൽ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. ടോസ് ഈക്വൽ ടു ടോസ് -1 ഒന്ന് കുറഞ്ഞു, നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യും ഓരോന്നായിട്ട്. ഇനി ടോസിൻ്റെ വാല്യൂ -1 മാറുമ്പോൾ എന്താണ്, സ്റ്റാക്ക് അണ്ടർ ഫ്ലോ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എൽസ് ബ്രിങ് സ്റ്റാക്ക് അണ്ടർ ഫ്ലോ. അപ്പോൾ ഗ്രേറ്റർ ദാൻ -1 then take the value from the corresponding position and put it in val, then toss equal to toss -1. ഇതല്ലെങ്കിൽ സ്റ്റാക്ക് എന്തായിരിക്കും, അണ്ടർ ഫ്ലോ ആയിരിക്കും. ഓക്കെ, അണ്ടർ ഫ്ലോ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. മറ്റേതാണ് ഓവർഫ്ലോ. ഇനി ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാക്സ്, സ്റ്റാക്കിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു സെൻറ്റൻസ് മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റാക്ക് ലിഫോ പ്രിൻസിപ്പിൾ ആ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സോ ദ ക്യാൻ ബി യൂസ്ഡ് ഫോർ റിവേഴ്സിങ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ് റിവേഴ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതായത് അങ്ങനെ ABCD എന്ന് പറഞ്ഞ് ഒരു സ്ട്രിങ്, അതൊരു 1 ഡയമെൻഷണൽ അറേ ആണ്. അത് സ്റ്റാക്കിൻ്റെ രീതിയിൽ നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്താൽ ആദ്യം ഇൻപുട്ട് ചെയ്യുന്നത് A ആണ്, രണ്ടാമത്തെ B ആണ്, മൂന്നാമത്തെ C ആണ്, നാലാമത്തെ D ആണ്. അപ്പോൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ആദ്യം റിമൂവ് ചെയ്യുന്നത് സ്റ്റാക്ക് ആയതുകൊണ്ട് D ആണ്. മനസ്സിലായി? ABCDയിൽ D ആണ്, പിന്നെ C ആണ്, പിന്നെ B ആണ്, പിന്നെ A ആണ്. ഈ ഓർഡറിലാണ് റിമൂവ് ചെയ്യുന്നത്. സോ ABCD എന്ന സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും DCBA എന്ന് കിട്ടും. DCBA റിവേഴ്സ് ഓർഡറിലാണത്. ABCDയുടെ റിവേഴ്സ് ഓർഡറാണ് DCBA എന്ന് പറയുന്നത്. സോ ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാക്ക് ഉപയോഗിക്കാം, അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ പോളിഷ് സ്ട്രിങ്ങുകൾ, അതായത് പ്രീഫിക്സ്, പോസ്റ്റ് ഫിക്സ്, ഇൻഫിക്സ് എന്നൊക്കെ പറഞ്ഞ് നൊട്ടേഷനുകളുണ്ട്. അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് പോളിഷ് സ്ട്രിങ് എന്ന് പറയുന്നത്. പോളിഷ് സ്ട്രിങ്ങുകൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും, അത് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല, ഇവാലുവേഷൻ ഓഫ് പോളിഷ് സ്ട്രിങ്സ് ഇവാലുവേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, സ്റ്റാക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണുള്ളത്. എന്താണ് സ്റ്റാക്ക്? 1 ഡയമെൻഷണൽ അറേ ആണ്. അതിനകത്ത് ലോജിക്കൽ കൺസെപ്റ്റിൽ വ്യത്യാസമുണ്ട്. 1 എൻറ്റി കൂടാണ് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് ടോസ്. പിന്നീട് ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഫസ്റ്റിലാണ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എൻഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതിന് ടോസ് എന്ന് പറഞ്ഞിട്ട് എൻഡ്. അപ്പോൾ ലിഫോ പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. ഇനി പുഷ് എന്ന് പറഞ്ഞാൽ ഇൻസേർഷൻ, പോപ്പ് എന്ന് പറഞ്ഞാൽ ഡിലീഷൻ. അതിൻ്റെ അൽഗോരിതം രണ്ട് നന്നായിട്ട് പഠിക്കണം. ഫുള്ളായ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റാക്ക് ഫുള്ളാണെന്നോ നോക്കി ഇൻസേർട്ട് ചെയ്യുക, അല്ല എം ടി ആയ സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഈ 2 കേസ് ഓർത്തിരുന്നിട്ട് അൽഗോരിതം പഠിക്കുക. ടോസിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും എപ്പോഴും ഇൻസേർഷൻ സമയത്ത്, പുഷ് ഓപ്പറേഷൻ്റെ കൂടെ. ടോസിൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യും എപ്പോഴും, എന്താണ്, പോപ്പ് ഓപ്പറേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത്രയും പഠിക്കുക. താങ്ക് യു വെരി മച്ച്.